ഓർമ്മകളിൽ ശ്യാമവർണ്ണൻ. മന്ദഹാസം ചന്ദനമായി മന്ദഹാസം ചന്ദനമായി ഹൃദയരമണ നിന്റെ മണിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമ്മകളിൽ ശ്യാമവർണ്ണൻ. അന്നു നീ എൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം. അന്നു നീ എൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം. തേൻകിനാക്കൾ നന്ദനമായി തേൻകിനാക്കൾ നന്ദനമായി നളിന നയന പ്രണയവിരഹം നിറഞ്ഞ വാഴ്വിൽ പോരുമോ വീണ്ടും. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമ്മകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമ്മകളിൽ ശ്യാമവർണ്ണൻ. അബി എന്തോ മഴ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? നല്ല സോങ് സെലക്ഷൻ, അടിപൊളി. നന്നായി പാടിയോ? പാടിയും തോന്നുന്നു. ചെറിയ പനിയൊക്കെ ഉണ്ട് ഇപ്പോഴും. ഷർട്ടിലൊരു അല്ലേക്ക് ഉണ്ടല്ലോ. ഒട്ടിച്ചതാ? അല്ല ലാലിന്റെ മുട്ടി പോയിന്നപ്പോ വീണതാ. ശരത് സാർ, പണ്ട് നിങ്ങളാരെങ്കിലും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല, ആലിലെടുത്തിട്ട് ബുക്കിന്റെ അകത്ത് വെച്ചാ കൃഷ്ണൻ വരും എന്ന് പറഞ്ഞ് അത് മയിൽപീലിയാ അല്ലേ? മയിൽപീലി വെച്ചാ മയിൽപീലിയും ആലിൽ രണ്ടും ഉണ്ട്. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടോ കൃഷ്ണൻ വന്നില്ല. ബുക്ക് പറഞ്ഞു ഓടി രക്ഷ അടുത്ത ജില്ലയിലോട്ട് പോയി. അങ്ങനല്ല, ബുക്ക് അല്ലൊക്കെ വെച്ചിട്ടേ അടുത്ത ദിവസം ബുക്കിന്റെ ഉടമസ്ഥയെ കണ്ടപ്പോ കൃഷ്ണൻ കിടന്ന് ഉറങ്ങുന്നു ബുക്കിൽ. പോരാടുന്നു. ഈ മയിൽപീലി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. മയിൽപീലി പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞു. അത് 2-3 ആയിട്ടുണ്ട് എനിക്ക്. അത് എന്താണ് അതിന്റെ ഞാനെങ്കിലും പിച്ചി വെക്കുകയാണോ? സത്യം, ദൈവത്തിനാണ് സത്യം. ഇത് ആണെന്ന്
മയിൽപ്പീലി മൊത്തം മയിൽപ്പീലി അല്ല, ഒരെണ്ണം അതിലൊരു സാധനം അത് പ്രസവിക്ക് രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അനിയൻ പിച്ച വെച്ചാണോ നൈസായിട്ട് അറിയാതെ കൊണ്ട് വെച്ചായിരിക്കും. രണ്ടും ഉണ്ട്, ആലിലുണ്ട് മയിൽപ്പീലി ഉണ്ട്. പക്ഷെ കൃഷ്ണ വന്നില്ല. എന്തായാലും ചോദിച്ചു നോക്കാം. ചോദിക്കാം. ശരത് സർ. മക്കളെ എന്തോ സാർ? മനോഹരമായിട്ട് പാടിയടാ, താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നിനക്ക് പനിയുണ്ടോ എന്തോ? ആ തുടക്കം മാത്രം ഒരു ചെറിയ ഒരു പുകമറ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ മാറി നീ പുറത്തു വന്നു. ആ എന്താ പറയുക, ആ തുണ്ടുപല്ലൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വാർമൂലൊക്കെ പാടിയത്. പിന്നെ എല്ലാം നല്ലതായിരുന്നു മോനെ. എനിക്ക് ആകെ തോന്നിയ ആ മന്ദഹാസം എന്താണ് ചന്ദനമായി അല്ലേ, ആ രണ്ടാമത്തെ കുറിച്ചോ അത്രയും ബലം വേണോടാ. അതൊന്ന് പാടാമോ ആ രണ്ടാമത്തെ മാത്രം? മന്ദഹാസം ചന്ദനമായി. ഇതാണല്ലേ അത്. ഇപ്പൊ നീ അങ്ങ് ഒതുക്കി അങ്ങ് നല്ല ചെക്കനായിട്ട് മാറി, ചന്ദനക്കുറിയൊക്കെ തൊട്ട് നെഞ്ചത്ത് ആലിലേയും വെച്ച് അങ്ങ് നിൽക്കുക. അതിനൊരു ഇച്ചിരി ശക്തി ഉണ്ടായിരുന്നു മോനെ, ഒരു വല്ലാത്തൊരു അവസ്ഥ. ആ ചന്ദനമല്ല, അത് വേറെ എന്തോ ആയത് കേട്ടോ. അത് മാത്രം നോക്കിക്കോളാം. നമ്മൾ ആ പാട്ടിൽ നിന്ന് പുറത്തു പോകരുതരാ. സംഗതികൾ വേണം, അത് അതിനകത്ത് തന്നെ നിൽക്കണം. ശരി സാർ. പിന്നെ ആ ക്രോമാറ്റിക് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോൻ പാടിയത് കേട്ടോ. അതായിരുന്നു മാനസം, പീലി നിർത്തി മാനസം. അത് പാടാമോ അതൊന്ന് കേൾക്കാൻ? പണ്ടു നിന്നെ കണ്ട നാള് പീലി നീർത്തി മാനസം. ആഹാ, അതെന്തൊരു കോമ്പോസിഷൻ. പിന്നെ അത് പാടിയേക്കുന്ന ആരാ? ചിത്രാമ്മ. ആ, ഒരു രാക്ഷസി. അത് പിന്നെ എന്ത് കൊടുത്താലും ചുമ്മാ പുല്ല് പോലെ പാടും. അത് രവീന്ദ്ര മാഷിനൊക്കെ ചിത്ര ചേച്ചിയെ കൈ കിട്ടിയാലും പിന്നെ സംഗതി കൊണ്ട് ഘോഷയാത്ര ആയിരിക്കും. അവിടെ ഇവിടെ അവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ ഒറിജിനൽ പാടുന്നതിനേക്കാളും കൂടുതൽ മാഷ് പാടിക്കും. അത്ര അത് കേപ്പബിളാണ് ചിത്ര ചേച്ചി, എന്ത് പറഞ്ഞാലും പാടാനേ. അപ്പം എനിക്ക് ചേച്ചിയൊക്കെ മിസ് ചെയ്തു മോനിത് പാടുമ്പോൾ. ഡെഫിനറ്റായിട്ട് ഞാനിത് ചിത്ര ചേച്ചിയെ കൊണ്ടുപോയി കേൾപ്പിച്ചിരിക്കും കേട്ടോ. താങ്ക് യു സാർ. ഞാൻ ചേച്ചിയുടെ ഒരു അഭിപ്രായം നിന്നെ കേൾപ്പിക്കുന്നതായിരിക്കും, ഒരു ഓഡിയോ ക്ലിപ്പ്. താങ്ക് യു സാർ. ഉറപ്പായിട്ട്, കാരണം അത്ര മനോഹരമായിട്ട് പാടി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വേറെന്താ വിശേഷം? സുഖം. സുഖമാണോ? അല്ല സുഖമല്ല. എന്നെ പറഞ്ഞ പനി പിടിച്ച് ജലദോഷമായിട്ട് വലയാന്ന്. പിന്നെ എന്തോന്നല്ലേ മാറ്റി മാറ്റി പറയും. നമ്പറാന്നൊന്നല്ലേ? നമുക്ക് ഈ സിമ്പതി കിട്ടാനേ മുൻകൂർ ജാമ്യം. വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ചുമനി. അന്നത്തെ ഞാൻ ഇത്ര നന്നായിട്ട് പാടിയില്ലേ? ചുമ, പനി, തൊണ്ടയടപ്പ് എല്ലാം ഉണ്ട്. അതിപ്പോ വരുന്നുണ്ടല്ലോ ഓരോന്നായിട്ട്. ഇരിക്കാൻ തന്നെ വയ്യ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അസാധ്യമായിട്ട് അങ്ങ് പാടും. എടേ നീ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും നീ അസാധ്യമായിട്ട് പാടിയത്. താങ്ക് യു സാർ. പാടി. അത് കുറെ ഇഷ്ടമായി, മനസ്സിൻ്റെ ഒരു സന്തോഷം തോന്നി കേട്ടോ. താങ്ക് യു സാർ. അത്രേ ഉള്ളൂ, തുടക്കം മാത്രമേ ഉള്ളൂ. എനിക്കത് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇത് അതിൻ്റെ ബാക്കിയുള്ളത് ബ്യൂട്ടിഫുള്ളായി. കാരണം നീ ചിലതൊക്കെ അസാധ്യമായിട്ട് പാടി. സൂപ്പർ മോനെ. ഈ അവസാനത്തെ വാർമുകില് എങ്ങനായിരുന്നു ലാസ്റ്റ്? അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു വലിയ നിഷാദത്തിൽ നിന്നൊരു ഗ്ലൈഡ് സൂപ്പർ. അതോ ഞാൻ അവിടെ അറിഞ്ഞു ഉണ്ടോ അത്? എന്നിട്ടിപ്പോൾ അവൻ ഇനി പാടിയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയതെന്ന് വിചാരിച്ചു. ബ്യൂട്ടിഫുൾ മാൻ, സൂപ്പർ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി. അഭിനവ്. എന്തോ മാം? അഭിനവ് സൂപ്പറായിരുന്നു. താങ്ക് യു മാം. ഞാൻ ശരിക്കും ഓരോ സംഗതികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും അതൊരു ഫീമെയിൽ വോയിസിൽ കേട്ടൊരു പാട്ട് മെയിൽ വോയിസിൽ പാടുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മോനെ അത് കൃത്യമായി പഠിച്ചു എന്നുള്ളതാണ്. ആ പാട്ടിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം പഠിച്ച് ആ ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു ശൈലി കൊണ്ടുവരാൻ ശ്രമിച്ചു. ആലാപനത്തിലൂടെയും അതിൻ്റെ ഒരു മൂവ്മെൻറ്റിലൂടെയൊക്കെ ഭംഗിയായി പാടി. ഞാനതിൽ നോട്ട് ചെയ്ത് വെച്ചത് നല്ല ഭാഗങ്ങളാണ് നോട്ട് ചെയ്തത്. പ്രണയവിരഹം. ആ പ്രണയം ശരിക്കും പ്രണയമായിരുന്നു. മനോഹരം. ഇതാരാ പഠിപ്പിച്ചത്? ഇതാര് സെലക്ട് ചെയ്തു? ഗ്രൂമേഴ്സ് സെലക്ട് ചെയ്തു. അപ്പൊ ഗ്രൂമേഴ്സിനൊരു വലിയ കയ്യടി. കാരണം അവര് ഒരു കണ്ടസ്റ്റന്റിനെ അറിഞ്ഞിട്ടാണ് ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. സൂപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് എന്താ പറയാ. പിന്നെ ഞാൻ ഓർത്തു ഇതിനകത്ത് കുറേ വാർമുകിലെന്ന് വരുമ്പോൾ കുറേ സംഗതികൾ ഇടുന്നില്ലേ. ആ ലാസ്റ്റ് പല്ലവിയായപ്പോൾ എന്തെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒന്ന് ട്രൈ ചെയ്യൂ. ഒരു സംഗതി എന്തെങ്കിലും ഒരു സംഗതി ചേച്ചി പറഞ്ഞു വിടണേ. ചീട്ട് കളിക്കുക. അല്ല, ചേച്ചിയുടെ സൈഡിൽ നിന്നുള്ള സംഗതി എങ്ങനെയാണെന്ന് അറിയാലോ. ഒരു കാർഡ് അവിടെ നിന്ന് ഒരു കാർഡ് പല്ലവി ഒന്ന് പാടി. എവിടെ വേണമെങ്കിലും ഇടാം. വാർമുകിലേ വാനിനി വന്നു നിന്നാലോർമകളിൽ
ശ്യാമവർണ്ണൻ വാർമുഖി വാനിൽ നീ പാടിക്ക മക്കളെ. നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ വന്നു പാടാൻ ശ്യാമവർണ്ണൻ. കുറച്ചുകൂടി ഇടാം, കളിയും കുറച്ചുകൂടി സംഗതി ആവാം. കൂടെ ആവാം. അതെ, അത് ധൈര്യമായിട്ട് packed ആണ് കോൺഫിഡൻസ് കോൺഫിഡൻസിൽ പാടണം. അവനൊരു പേടിയുണ്ട്. പേടിക്കണ്ട നമ്മള് പേടിക്കണ്ട. തട്ടി വിടുകടാ, വന്നാ വരട്ടെ. ആ അല്ല ഇപ്പൊ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ. വെച്ച് കാച്ചുക. ഏത് രാഗ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയോ? അറിയില്ല അറിയില്ല. അറിയണ്ടേ മോനെ? എന്നാലും അതൊക്കെ അറിയണ്ടേ? ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗ. ഈ രാഗത്തിൽ വേറൊരു പാട്ട് പാടിയ ചാലഞ്ച്. എടാ മോനെ, സൂപ്പറോ സൂപ്പർ. എത്ര പാട്ടുകള്. പാട്ടുകളുണ്ട്. ഒരു ക്ലൂ തരാം. ഈ ബേസ് ഹിസ് വെച്ചിട്ട് ഹൈനസ് അബ്ദുള്ള. ഇവിടെ ഒരാള് പാടിയ പാട്ടാ. തൂപ്പടി മഷാള പക്കാ മോനെ. എടേ ഒന്നുകൂടെ ആലോചിക്കും. ഈ സ്കെയിലടാ പ്രമദവനം അല്ലേ? വെരി ബാഡ്. അതെ, അതും doubt. മോനെ, മോഹം കൊണ്ടു ഞാൻ അറിഞ്ഞൂടെ പാട്ട്? ആ അറിയാം. ദൂരയേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ കരിയാടുന്നു പൂവനങ്ങൾ. അത് ജോൺസേട്ടൻ്റെ ആസ് എ കമ്പോസർ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അതെ, ഇതിൽ രവീന്ദ്ര മാസ്റ്ററും ഒരു എക്സ്ട്രാ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയത്ത പോലുമില്ല ആ നോട്ട് അതിലുള്ളത്. ഒരു കിളി പാട്ടുമൂളവേ കേട്ടിട്ടില്ലേ? ആ കേട്ടിട്ടുണ്ട്. പറയാൻ മറന്ന് പറയാൻ മറന്ന് പരിഭവങ്ങൾ പറയാൻ മറന്ന് പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയായി സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും നിലാവ് പോൽ വിവശയായി പറയാൻ മറന്ന് പരിഭവങ്ങൾ. മോനെ, ഓരോ കമ്പോസേഴ്സും ഓരോ സ്കെയിൽ എടുത്താല് അവർ ആ ഒരു സ്കെയിലിൽ തുടങ്ങിയിട്ട് പിന്നെ അവരുടെ മനസ്സിൽ തോന്നുന്ന നോട്ട്സ് ഒക്കെ അതിനകത്ത് വരും എക്സ്ട്രാ. അതൊന്നും അത് അവരുടെ ചിന്താമണ്ഡലത്തിൽ ഉള്ള ഒരു പവറാണ്. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്റർ ഈ ഒരു രാഗം എടുത്ത് ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു തീ പോലെ ആ കമ്പോസർ ഇരിക്കുമ്പോൾ അതിൽ വേറെ ഒക്കെ വരും. അതൊക്കെ അത് നമ്മൾ അറിയത്ത പോലും ഇല്ല. ഇത് അതാണൊരു കമ്പോസറുടെ ഏറ്റവും വലിയ എന്താ പറയണ്ട സംഭവ ബഹുലമായിട്ടുള്ള ഒരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതുപോലെ എത്രയോ പാട്ടുകൾ മക്കളെ. എന്നാലും നീ ആ തൂവടി മാഷ അള്ള പറഞ്ഞത് എനിക്കൊരു പ്രഹരം കിട്ടിയതുപോലായി. നെഞ്ചിലല്ല, എനിക്ക് കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ടൊന്ന് തുടങ്ങി രാഹുൽ. അതൊരു ആഘോഷമാക്കി മാറ്റി. മോനെ, രാഗം എന്ന് പറഞ്ഞ ഇത്ര ദൂരെ കിടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. വേണമെങ്കിൽ അങ്ങനെ പാടാം. തൂവടി മാഷാഅല്ലാ കഹേ അബ്ദുല്ലാ തേരാ ജലവാ സുബ്ഹാനല്ലാ कभी शबनम कभी शोला मैं मजनू तू है मेरी लैला तेरे दिल का प्यारा नजराना
കാക്കക്കൂട്ടില് കല്ലെറിഞ്ഞ ആ, പരസ്പരം ഒരു ചേർച്ച ഇല്ലാത്തതിന്റെ അത് പക്ഷെ കാണിച്ചത് ഞങ്ങള് 3 സ്കെയിലിൽ പാടിയത് അത് തന്നെയാ ഉദ്ദേശിച്ചത് അത് കാര്യം തന്നെ കേട്ടോ. മനസ്സിലായല്ലോ. അത് ഏതും നമുക്ക് അങ്ങോട്ട് പറിച്ചു നടാം. മാറ്റാ. ഇതൊക്കെ ഒന്ന് ബേസിക് അറിഞ്ഞു വെച്ചേക്കണം മക്കളെ കേട്ടാ. ശരി സാർ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ പബി ഓ ഇനി വേണ്ടേ? ആ മാർക്സ് ആ വേണ്ട, മാർക്കൊന്നും വേണ്ടാന്ന്. വേണം. ഓക്കെ ഇനി ആദ്യം ചോദിക്കാമോ രാഹുലേട്ടാ എന്തോ മാർക്കേ? മാർക്ക് 8.8. താങ്ക് യു സാർ. ശരത് സർ 9 marks. താങ്ക് യു സാർ. എനിക്ക് ரொம்ப പിടിച്ചത് 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 27. താങ്ക് യു. നല്ല മാർക്കാരുണ്ട്.